കുടിക്കാൻ ചോദിച്ച വെള്ളത്തിൽ കളനാശിനി കലർത്തി നൽകിയാണ് കോതമംഗലത്ത് അദീന എന്ന യുവതി അൻസിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. കേസിലെ നിർണായക കണ്ടെത്തലുകളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചുവെന്ന അദീനയുടെ പരാതിയിൽ കോതമംഗലം പോലീസ് അൻസിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അൻസിൽ ഇതിനായി അദീനയ്ക്ക് പണവും വാഗ്ദാനം ചെയ്തു. എന്നാൽ കേസ് പിൻവലിച്ചിട്ടും പണം നൽകാൻ അൻസിൽ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പലപ്പോഴായി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ അദീന ആരംഭിച്ചിരുന്നു. അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെ 4:30യോടെയാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. വിഷം അൻസിൽ കൊണ്ടുവന്നതാണെന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി. എന്നാൽ കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും നിർണായകമായി. അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്നാണ് അൻസിൽ ആംബുലൻസിൽ വെച്ച് വെളിപ്പെടുത്തിയത്. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ശീതളപാനീയത്തിൽ കളനാശിനി ചേർത്ത് നൽകുകയായിരുന്നുവെന്നാണ് വിവരം. അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് അദീന പോലീസിനെയും ബന്ധുക്കളെയും വിളിച്ച് അറിയിച്ചു. കൃത്യം നടത്തിയതിനു ശേഷം അൻസിലിന്റെ മൊബൈൽ ഫോൺ വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തു. ഈ ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ.